ഹൗസ് വാമിംഗ് ഒന്നും ആയില്ലേ സാർ? ഹൗസ് വാമിംഗ് സ്ഥലം എനിക്കറിയാം, നല്ല ലൊക്കാലിറ്റി. ഫ്രൈഡേ സാറ് ഫ്രീ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ അല്ലല്ലോ, എനിക്ക് അബുദാബി വരെ ഒന്ന് പോണം. അലൈന് പോയിട്ടുണ്ടോ? നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ്. ബട്ട് ഐ എം നോട്ട് ഫ്രീ. ബാങ്കിനുള്ള റിപ്പോർട്ട് വേഗം അടിച്ചോണ്ട് വരും. യെസ് സാർ. യെസ്, ഞാൻ രാജൻ. മമ്മൂക്കേ എങ്ങനെ പറ്റി? ഞാൻ ഹോസ്പിറ്റൽ വരാം. എനിക്കറിയാം ഹോസ്പിറ്റൽ. വാർഡ് നമ്പർ? ഞാൻ വരുന്നു. അലേഷ്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. എന്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അറിയില്ല. അറ്റൻഡ് മൈ കോൾസ് പ്ലീസ്. ട്രക്കും ടാക്സിയും കൂട്ടിമുട്ടിയതാണ്. ടാക്സിയിലുണ്ടായിരുന്ന രണ്ടുപേർ സ്പോട്ടിൽ മരിച്ചു. മമ്മൂക്ക സിസ്റ്റർ. യെസ്. ഹൗ ഈസ് ഹി? ഹെഡിൽ കൺകഷനേ ഉള്ളൂന്ന് തോന്നുന്നു. റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് എക്സ്റേ റിപ്പോർട്ട് കിട്ടിയാലേ അറിയുള്ളൂ. പേടിക്കാനില്ല. ഒന്ന് കാണാമോ? വിസിറ്റിംഗ് അവരല്ല, സെഡറ്റീവിലാണ്. ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പേഷ്യന്റിന് എങ്ങനെ? ബെറ്റർ. വൈകിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ. അതാണ് പേപ്പേഴ്സും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണമല്ലോ. ആലിസ് ഏത് വഴിക്കാണ്? ഐ വിൽ ഡ്രോപ്പ് യു. ഞാൻ അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും പറഞ്ഞ് ഈ നമ്പരും കൊടുത്തു. ഒരു കോൾ ഇവിടേക്ക് വരും. ബട്ട് യു ക്യാൻ. സർ, ഐ വിൽ വെയിറ്റ്. ഞാൻ വൈകിയാലോ? ഡ്രോപ്പ് ചെയ്തിട്ട് പോ. പക്ഷേ കോൾ വന്നാലോ സാർ? ഒരു പ്രധാന കാര്യമാണ്. ഓൾറൈറ്റ്, സ്പെയർ കീ ഉണ്ട്. കോൾ കിട്ടിയിട്ട് പോകുമ്പോ പൂട്ടിയാണ്. സാരമില്ല, നമ്മുടെ സമയം എത്തിയിട്ടില്ല. പടച്ചോന്റെ കൃപ. ഈ വിവരം നാട്ടിൽ അറിയണ്ട. ഒരാഴ്ചക്കകം ഇറങ്ങാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സമയം എത്രേ? 2:30. പൊയ്ക്കോ, നാളെ പണിക്ക് പോണ്ടതല്ലേ. ഓ സാരമില്ല. ഞാൻ മരിക്കാൻ കിടക്കൊന്നുമല്ല, രാത്രി മുഴുവൻ കാവലിരിക്കാൻ. ആ മലയാളി നേഴ്സ് വന്നാൽ ഞാൻ പൊയ്ക്കോളാം. അവർ ശ്രദ്ധിച്ചോളൂ. പോകുന്നുണ്ടോ? അതോ രോഗികളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് ബഹളം കുട്ടി പുറത്താക്കണം? പൊയ്ക്കോളാം. മമ്മൂക്ക സമാധാനമായി കിടക്കും. പോയില്ലേ? ഇല്ല, വെറുതെ ഇരുന്നു. കാലത്ത് ജോലി ചെയ്യേണ്ടവർക്ക് ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ശാസ്ത്രമൊക്കെ അറിയാം സിസ്റ്റർ. പക്ഷേ ഉറക്കം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്, എവിടെ കിടന്നാലും. അതും ഒരു രോഗമാണ്. വല്ല സൈക്കാട്രിസ്റ്റിനുമാണ് കാണേണ്ടത്. വേണ്ട, സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഓട്ടോ സജഷൻ. കുറഞ്ഞു വരുന്നുണ്ട് രോഗം. ഫ്രണ്ടിനെ പറ്റി വേവലാതി വേണ്ട, ഞാൻ നോക്കിക്കോളാം. പോയി ഉറങ്ങിക്കോളും പറ്റുമെങ്കിൽ.
കുറെ നേരം ഞാൻ കാത്തിരുന്നു. I was waiting. Oh, you are a fool. എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്കൊരു ബ്രദറുണ്ട്, BSc ഫസ്റ്റ് ക്ലാസ്. ഒരു ജോബ് NOC തരാൻ സാറ് ശ്രമിച്ചാൽ കഴിയും. അതിനു വേണ്ടിയായിരുന്നു ഈ നാടകം? എന്റെ കഥ സാറിന് അറിയില്ല. 6 അംഗങ്ങളുള്ള ഒരു കുടുംബം. അപ്പന് 40 രൂപ പെൻഷൻ കിട്ടും. ഞാൻ അയക്കുന്ന പണം കൊണ്ട് 3 സിസ്റ്റേഴ്സ് പഠിക്കുന്നു. പട്ടാളത്തിൽ നിന്നും നേരത്തെ പെൻഷൻ പറ്റിയ അപ്പൻ. 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ വരുമാനം 40 രൂപ. അനിയൻ രക്ഷപ്പെട്ടാൽ കുടുംബം കരകയറും. അതിനുവേണ്ടി സാറ് പറഞ്ഞതുപോലെ എന്ത് നാടകവും കളിക്കും. കഴിഞ്ഞ രാത്രിയുടെ പേരിൽ ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ഫോർ ദാറ്റ് ഐ ഹേറ്റ് മൈസെൽഫ്. പലരും പിടിച്ചുപറ്റാൻ നോക്കാറുള്ളത് സാറിന് സന്തോഷത്തോടെ തന്നു. അതോർത്ത് സാറ് വിഷമിക്കരുത്. സാറിന് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. സോറി സാർ. ഞാൻ കഴിയുന്നത് നോക്കാം. ഒരു ഉറപ്പും തരുന്നില്ല. വേണ്ട. ഒരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിവിടെ തനിച്ചാണ്. അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നും. തനിച്ചാണെന്ന് തോന്നുന്നത് ഇറ്റ് ഈസ് ടെറിബിൾ. സാറിന് എപ്പോഴെങ്കിലും ഒരു കമ്പനി വേണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം. ഒരു വ്യവസ്ഥയും വാഗ്ദത്വം ഇല്ലാതെ തന്നെ. ബിക്കോസ് ഐ ലൈക്ക് യു. ഞാൻ പറഞ്ഞില്ലേ, ഭയപ്പെടണ്ട. റിബ്സിന് ഫ്രാക്ചർ ഇല്ല. പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എത്ര ഫോൺ കാളാ വരുന്നത്? ആരാണ്? മമ്മുക്ക ഒരു ചെറിയ കച്ചവടക്കാരനാണ്. പക്ഷേ ആളൊരു വലിയ സ്ഥാപനമാണ്. അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് പേർ രക്ഷപ്പെട്ടു. സിസ്റ്ററുടെ പേര്? മാലതി. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം. ഒരുപാട് പരിചയക്കാരുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് ഇവിടെ സ്വന്തക്കാരില്ല. തനിച്ചാണ്. എല്ലാവരും തനിച്ചല്ലേ ഇവിടെ? മിസ്റ്റർ മേനോൻ. രാജൻ എന്ന് വിളിച്ചാൽ മതി. സോറി, നിങ്ങൾ നടക്കൂ, ഞാൻ പിന്നാലെ വരാം. ഓ, ഞാനൊന്ന് പുറത്തിറങ്ങാൻ. സാരമില്ല, വരൂ. വേണ്ട, വെറുതെ വന്നതാണ് ഈ വഴി. നമ്മുടെ മമ്മൂക്ക എങ്ങനെയുണ്ട്? ഉഷാർ. കച്ചവടം തുടങ്ങി. തത്വജ്ഞാനങ്ങൾ വിതരണം ചെയ്യാനും തുടങ്ങി. ഞാൻ പോട്ടെ. വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി. ഇന്ന് വലിയ ചൂടില്ലല്ലോ. ഞാനും വരാം, വിരോധമില്ലെങ്കിൽ. ഓക്കെ.
എന്റെ ഗുഹ. ഇരിക്കൂ. ഇവിടെ തനിച്ച്? തനിച്ച്. ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ അധികം പേരില്ല. മുരടൻ, രാക്ഷസൻ, കിരാതൻ എന്നൊക്കെയുള്ള വകുപ്പിൽ പെടുന്നത് കൊണ്ടാവാം ആരും അടുക്കാറില്ല. രാജന്റെ വീട് എവിടെയാണ്? വീട് ഇപ്പൊ വീടെന്ന് പറയാൻ ഒന്നില്ല. വീട്ടുകാരൊക്കെ? ഞാൻ തനിച്ചാണ്. ആരുമില്ല. എല്ലാ അർത്ഥത്തിലും തനിച്ച്. ആ, 6 വർഷം ഇവിടെ കഴിഞ്ഞ മാലതിക്ക് ഈ സ്ഥലത്തെ പറ്റി എന്ത് തോന്നുന്നു? എനിക്കിഷ്ടമാണ്. ഒരാൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ അനുഭവത്തിൽ നാട് ഒരു നല്ല സ്വപ്നമാണ്. വയൽവക്കത്തെ വീടും, ആമ്പൽക്കുളം, അമ്പലത്തിലെ ദീപാരാധന. സങ്കല്പത്തിൽ വളരെ മനോഹരമാണെല്ലാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം താൻ ജനിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അധികം പേരും. ഞാനതിൽ പെടില്ല. ജീവിതം ഇവിടെ ദുസ്സഹമായി തോന്നും ചിലപ്പോൾ. പക്ഷേ പണം അല്ലേ? അതൊരു സത്യമാണ്. അനിയൻ മെഡിസിൻ ഫൈനൽ ഇയറായി. അനുജത്തിയുടെ കല്യാണം നടന്നു. അച്ഛനും അമ്മയ്ക്കും ആശ്വാസം. പിന്നെ ഒരു പ്രശ്നമേ ബാക്കി കിടക്കൂ. ഞാൻ. അത് സാരമില്ല. ആത്മസംതൃപ്തിയുള്ള ഒരാളെയെങ്കിലും കണ്ടല്ലോ ഇവിടെ. ദാറ്റ്സ് ഗ്രേറ്റ്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാനൊരു 100 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. യാത്ര ചെലവ് കടം വാങ്ങി അച്ഛന്റെ കൂടെ. ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞൂടാ, കിട്ടി. 24 മണിക്കൂർ നീണ്ടുനിന്ന ഉദ്യോഗം. ആഫീസ് പണിയുടെ വകുപ്പിൽപ്പെടാത്ത ചിലത് കൂടി ചെയ്യണമെന്ന് വന്നു. നഴ്സിംഗിന് സെലക്ഷൻ കിട്ടിയത് അടുത്ത പള്ളിയിലെ ഒരു അച്ഛന്റെ ദൈവം കൊണ്ടാണ്. എന്റെ കഥ മാത്രം പറഞ്ഞു ബോറടിച്ചു, ക്ഷമിക്കണം. എന്റെ കഥ വളരെ വളരെ വിരസമാണ്. അതുകൊണ്ട് പറയാറില്ല. അധികം അമർത്തി വെക്കരുത് അകത്ത്. അങ്ങനത്തെവർക്ക് വേഗം അൾസർ വരും.